നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ചന്ദ്രോദയത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. ശ്രീകാന്തിനാണ് ആദ്യമായിട്ട് ഈ കുടുംബത്തിൽ കുഞ്ഞു പിറക്കാൻ പോകുന്നത്. പക്ഷേ എങ്കിൽ ഇത് വർഷ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നതിൽ എല്ലാവർക്കും ഒരു അത്ഭുതമൊക്കെ തോന്നി. ഒരു പക്ഷേങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് അവൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ശ്രീകാന്തിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല താനൊരു അച്ഛനാൻ പോവാന്ന്. കാരണം വർഷ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു തനിക്ക് പ്രഗ്നന്റ് ആവാൻ പേടിയാണ്, പ്രസവിക്കാൻ പേടിയാന്ന്. ഈ സമയത്ത് സച്ചി പറഞ്ഞ് എന്നാലും നീ ഇത്ര പെട്ടെന്നൊന്നും പണി പറ്റിക്കുമെന്ന് ഞങ്ങളാരും വിചാരിച്ചില്ല കേട്ടോ. നീ കയറി ഗോളടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്കാണെങ്കിൽ ആകെപ്പാടെ വിഷമായി. ഒരു പക്ഷേ തൻ്റെ ശ്രുതിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായി. അതിനൊക്കെ ശേഷമാണ് ഇവരുടെ കല്യാണം കഴിയുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും തങ്ങൾക്കൊരു വിശേഷം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു പക്ഷേ ശ്രുതിക്ക് തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു ചിന്ത ആ സമയത്ത് ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എടാ ശ്രീകാന്തേ, അവൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അവൾ എന്നിട്ട് ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ അമ്മേ, അവൾ ചിലപ്പം മറച്ചു വെച്ചിരിക്കുന്ന എല്ലാവരുടെ സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമാണ്. തന്നോടെങ്കിലും അവൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഒടുവിൽ വർഷ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കാത്തിരുന്നു. വർഷയ്ക്കാണെങ്കിൽ അന്ന് ജോലിക്ക് പോയിട്ട് നേരെ ചൊവ്വ ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒമിറ്റ് ചെയ്യാൻ വരുവാണോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വർഷ അന്ന് നേരത്തെ വീട്ടിലേക്ക് വരുക. വീട്ടിലേക്ക് വരുമ്പോൾ വർഷയെ കാത്ത് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. വർഷ അങ്ങോട്ട് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി എന്ന് വർഷയെ കൺഗ്രാസ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണം. അപ്പോഴേക്കും വർഷ വെച്ചു, എന്താ രേവതി ചേച്ചി, കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാ ചോദിക്കുന്നേ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, ഇനി ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു. എന്ത് കാര്യം? എന്ത് കാര്യമാണെന്നോ? ഒന്നും അറിയത്തില്ലല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ, ഇനി എന്തായാലും ഞങ്ങളോട് മറച്ചു വെക്കണ്ട. ഇനിയിപ്പം നിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അതെ, രണ്ടുപേരുടെയും കാര്യം ഇനി രേവതി നോക്കിക്കോളും. രണ്ടുപേരോ? അതാരാ രണ്ടുപേരെ? അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഒന്നും അറിയത്തില്ലാത്ത പോലെ. സച്ചി പറഞ്ഞു, അതെ, രണ്ടുപേരെ ആരൊക്കെയാന്നൊക്കെ മനസ്സിലായില്ലേ? നീയും നിന്റെ വയറ്റുള്ള കുഞ്ഞുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തലയ്ക്കൊരു കൂടം കൊണ്ട് അടിയേറ്റ പോലെ വർഷയ്ക്ക് തോന്നി. അപ്പോഴേക്ക് ശ്രീകാന്ത് എന്നിട്ട് വർഷയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാലും എന്നോടും നിനക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. എന്നോടും മറച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വർഷയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരും അറിയാതെ ഇതെങ്ങനെയാലും ഒഴിവാക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴേക്കും വർഷ വെച്ചു, അല്ല നിങ്ങളോടൊക്കെ ഇത് ആരത് പറഞ്ഞെന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, ഞാൻ കൊടുക്കാൻ പോകുന്നവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. ആ ഡോക്ടറെയാണ് നീ കൺസൾട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഒരു നിമിഷം വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഏത് സമയത്താണെന്തോ ആ ഡോക്ടറെ കാണാനായിട്ട് പോയത്. അതുകൊണ്ടാണ് രേവതി ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. അപ്പോഴേ എനിക്ക് തോന്നി നീ ഞങ്ങളോട് പറയാതിരുന്നത് ഒരു പക്ഷേ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുവായിരുന്നല്ലേ. എന്തായാലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എടാ ശ്രീകാന്തേ, ഇതിന് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സച്ചി പറഞ്ഞു. അപ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. വർഷ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു, മോളെ, ഈ കുടുംബത്തിലേക്ക് ആദ്യം വരാൻ പോകുന്ന കുഞ്ഞാണ്. ഇതേ നല്ലതുപോലെ സൂക്ഷിക്കണം കേട്ടോ. ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. രേവതി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. വർഷമൊന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും രവീന്ദ്രൻ ശ്രീകാന്തിനോട് ചോദിച്ചു, എന്താടാ നിന്റെ ഭാര്യയ്ക്ക് ഒരു സന്തോഷമില്ലാത്തെ? ആ സമയം സച്ചി പറഞ്ഞു, അതെ, വർഷയ്ക്ക് സന്തോഷമൊക്കെ ഉള്ളിൽ കാണും, ഒരു ചമ്മല് കാണും എല്ലാവരുടെയും മുന്നിൽ, അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് കയറി പോയെന്നൊക്കെ പറഞ്ഞ അകത്തേക്ക്. ആ സമയം ശ്രീകാന്ത് അകത്തേക്ക് കയറി ചെന്നപ്പോൾ വർഷ ആകെപ്പാടെ തീ പിടിച്ച മട്ടിലാണ്. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. രേവതി സന്തോഷമായതുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കാം, മധുരം വേണമല്ലോ. അങ്ങനെ പായസം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറി അതൊക്കെ തയ്യാറാക്കണം. അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വന്നു. സച്ചി വന്നു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടാ, ഒരു സന്തോഷമുള്ള ദിവസമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പായസം വെക്കാന്ന് കരുതിയത്. സച്ചി പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്കെന്താ ഇങ്ങനൊരു സന്തോഷം ഉണ്ടാവുന്നെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? അതെന്താ? ഞാനുള്ള കാര്യം പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, ആദ്യമായിട്ടൊരു റൂം പണിയാൻ നോക്ക് എന്നോട്ട് പറയണതാ, എന്നിട്ട് മതിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, പിന്നെ റൂം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, ദേഷ്യപ്പെടില്ല സച്ചിയേട്ടാ, അതൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. സച്ചിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, സന്തോഷമാണ്. രേവതി പറഞ്ഞു, ഇനിയിപ്പം നമുക്കൊരു കുഞ്ഞും കൂടി പിറക്കാൻ പോയല്ലേ, വർഷയുടെ ശ്രീകാന്തന്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞുകൂടി അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അത് ശരിയാ,
പക്ഷെ ഈ സമയത്ത് ആകപ്പാടെ തീ പിടിച്ച അവസ്ഥയിലായിരുന്നു വർഷം മുറിയില്. എല്ലാ പ്ലാനുകളും തെറ്റൂലോ, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ച അപ്പോഴാണ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് വർഷയെ ചേർത്ത് പിടിക്കുമ്പോഴത്തേനും വർഷയെ കയ്യങ്ങോട്ട് തട്ടിമാറ്റി ദേഷ്യത്തോടു കൂടി ശ്രീകാന്തിനെ നോക്കണം. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, എന്താ പക്ഷേ നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിനക്കൊന്നും അറിയത്തില്ലല്ലേ, നീ എല്ലാത്തിനും കാരണം. അന്ന് അവിടെ പോയ സമയത്ത് എന്റെ ദൈവമേ, ഏത് സമയത്താണോ നിന്നോടൊപ്പം വരാൻ തോന്നിയത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പേടിയാന്ന്. എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലായിരുന്നല്ലേ? നീ എന്നെ ചതിക്കുകയോ ചെയ്തേ? ചതിച്ചെന്നു ഞാനോ? എടാ നീ കൂടുതലൊന്നും പറയരുത്, എനിക്കിതിനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അയ്യോ ഇങ്ങനൊന്നും ചാടി എഴുന്നേക്കല്ല, അതെ അത് കുഞ്ഞിന് ആപത്താന്ന് പറഞ്ഞു. ഒരു കുഞ്ഞ് മിണ്ടരുത് നീ. എടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നോ? അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് കുഞ്ഞും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് പ്രസവിക്കാനും പറ്റില്ല, ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു വർഷ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, നീ എന്താ പറയണേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലാകുന്നില്ലല്ലേ? എടാ ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ തീരുമാനിച്ച, അതുകൊണ്ടാണ് ഞാൻ പപ്പായ ജ്യൂസ് കുടിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതും ഒക്കെ. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതോ? അതെ, ഞാൻ ഡാൻസ് ചെയ്താലെങ്കിലും വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞു പോകുന്നു കരുതിയിട്ടാ. എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ലെന്ന് ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അദ്ദേഹം മോഹിക്കൊന്നും വേണ്ട, ഈ കുഞ്ഞിനെ സ്വപ്നം കാണുകയും വേണ്ട, കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് വല്ലാത്തൊരു വിഷമം. ശ്രീകാന്ത് ചോദിച്ചു, എന്തൊക്കെ വർഷം നീ പറയണേ? കുഞ്ഞിനെ ഇല്ലാതാക്കാനോ? ദേ ഈ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ, അച്ഛനും അമ്മയും സച്ചേട്ടനും രേവതി എടുത്ത് എല്ലാവരും അതെ. ആ സമയത്ത് നീ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മുടെ കുഞ്ഞല്ലേതാ, നമുക്ക് ആദ്യമായിട്ട് പറക്കാൻ പോകുന്ന കുഞ്ഞ്. കുഞ്ഞ് അതൊക്കെ നീ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. എനിക്ക് കുഞ്ഞിനോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രസവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടാന്ന് പറഞ്ഞു. ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനായി. ശ്രീകാന്തിന് മുറിയിലിരിക്കാൻ പോലും തോന്നിയില്ല. ശ്രീകാന്ത് സങ്കടത്തോടു കൂടി പുറത്തേക്ക് വരുമ്പോഴത്തേനും സന്തോഷത്തോടുകൂടി പായസമായിട്ട് വരുന്ന രേവതിനെ കണ്ടേ. ശ്രീകാന്തിനോട് എന്താ പായസം എടുക്കാൻ പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ വേണ്ടാത്തേ? സന്തോഷമുള്ള കാര്യം നടക്കുമ്പോൾ നമ്മൾ മധുരം കഴിക്കണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും സച്ചു എന്ന് ചോദിച്ചു, എന്താടാ, എന്താ കാര്യം, എന്താ നിനക്കിത് എന്ത് പറ്റിയത്? അതെ സച്ചിയേട്ടാ, എടാ നീ കാര്യം എന്താ വെച്ചാ പറ, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. എടാ നീ പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത് വർഷയ്ക്ക് കുഞ്ഞിനെ വേണ്ടെന്ന്. വേണ്ടെന്നാ? അതെ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് അവൾ ഒരുങ്ങിയത്. കഴിഞ്ഞ ദിവസം അവൾ ഡാൻസ് കളിച്ചില്ലേ, പിന്നെ പപ്പായി ജ്യൂസൊക്കെ കുടിക്കാൻ നോക്കില്ലേ, അതല്ല ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. ഇത്തവണ ഞെട്ടിയത് സച്ചിയും രേവതിയാ. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വർഷ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. പ്രസവിക്കാൻ പേടിയാന്ന് പറയുമെങ്കിലും പക്ഷെ അവൾ ഇത്ര സീരിയസ് ആയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവർക്ക്. ഇത് കേട്ട് ഇനിയിപ്പോൾ രേവതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എത്രയോ ആൾക്കാർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ആ സമയത്താണ് വയറ്റി വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കണേ. ഒരു കാരണവശാലും ആ കുഞ്ഞിൻ്റെ ജീവൻ കളയാൻ പറ്റില്ല എന്ന് രേവതി തീരുമാനിക്കുന്നുണ്ട്. എങ്ങനെ ആ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്ന്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.